സംസാരിക്കാനോ എന്തിനും നല്ലപോലെ നടക്കാൻ പോലും പറ്റാത്ത ഈ അസീസിനെ അവിടുത്തെ നാട്ടിലെ പീക്കിരി പിള്ളേരെല്ലാവരും കൂടി ഉപദ്രവിക്കുകയാണ്. ഈ നാട്ടിലേക്ക് ഒരു സാറ് കടന്നു വരുന്നുണ്ട്. അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ഏരിയയിൽ താൻ വന്ന് പെട്ടുപോയല്ലോ എന്നൊക്കെ ആദ്യം അദ്ദേഹം വളരെയധികം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഇവരൊരു സ്കൂൾ വരെ പണിഞ്ഞു. കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം അസീസിനെയും അദ്ദേഹം നന്നായി പഠിപ്പിച്ചു. സംസാരിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. അസീസാവട്ടെ അവിടുത്തെ സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചു. അവൾ അവനെ പൊന്നുപോലെ നോക്കി. എന്നാൽ നാട്ടുകാരാവട്ടെ നീ അസീസിനല്ലേ കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് അവളെ ഒരുപാട് കളിയാക്കി. സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഈ നശിച്ച നാട്ടിൽ നിന്ന് അവരെങ്ങനെങ്കിലും രക്ഷപ്പെടാമെന്ന് ആഗ്രഹിക്കുന്നു. കുറച്ച കാലത്തിന് ശേഷം അവിടുത്തെ സാറും ഈ നാട്ടിൽ നിന്നിട്ട് അവരെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം ഇവരുടെ ഒരു എൻട്രി ഉണ്ട്. ഇപ്പം അസീസിനാവട്ടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്. ആളുകളൊക്കെ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ അസീസ്, നിനക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, നിനക്കിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ടോ? അസീസ് അതേ എന്ന് പറഞ്ഞ് ഇതിനെല്ലാം കാരണം എന്താന്ന് അവർ അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയുടെ സ്നേഹത്തിൽ വീണു പോയെന്ന്.